5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. സാമാന്യ നിർദ്ദേശ് 6 ഗതിവിധിയാ മേം ഖിനി 5 के उत्तर लिखिए. അതായത് 6 ആക്ടിവിറ്റിയിലെ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് കേട്ടോ. അതിലെ ഗതിവിധി 1 നോക്കാം. ആക്ടിവിറ്റി 1 ഗതിവിധി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കേട്ടോ. സൂചന ഖണ്ഡ് പഠേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖിए. ഖണ്ഡ് പഠേ എന്ന് പറഞ്ഞാല് ഖണ്ഡിക വായിക്കാം. പ്രശ്നോം കെ ഉത്തർ ലിഖിए. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലിഖിയം എന്ന് പറഞ്ഞാൽ എഴുതാം. നമുക്കപ്പോ ആ ഖണ്ഡിക വായിക്കാം കേട്ടോ. രാജു GUPS कलूर में 5वीं कक्षा में पढ़ता है. उसकी आयु 10 साल है. എന്താ പറഞ്ഞിരിക്കുന്നത്? രാജു GUPS സ്കൂളില് 5ാം ക്ലാസ്സില് 5वीं കക്ഷ എന്ന് പറഞ്ഞാല് 5ാം ക്ലാസ്സില് കേട്ടോ. 5ാം ക്ലാസ്സില് പഠിക്കുകയാണ്. ഉസ്കി ആയു 10 സാൽ ഹെ. ആയു എന്ന് പറഞ്ഞാല് വയസ്സാണ്. എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? 10 ആണ് എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 10 സാൽ ഹെ പറഞ്ഞാൽ 10 വയസ്സ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം അല്ലെ. രാജു കി പ്രൊഫൈൽ ലിഖി. രാജുവിന്റെ പ്രൊഫൈൽ എഴുതാനാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ പ്രൊഫൈൽ? നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നാം എഴുതാം. നാം പറഞ്ഞാല് പേര്. എന്താ പേര്? രാജു. ഇത് കക്ഷ എന്ന് തന്നിട്ടുണ്ട്. അത് ക്ലാസ് ആണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं कक्षा में पढ़ता है എന്നുണ്ട് അല്ലെ. അപ്പൊ എത്രയിലാ? 5 എന്ന് എഴുതാ കേട്ടോ. ഇനി സ്കൂൾ കാ നാം എന്താണ്? സ്കൂളിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? GUPS കല്ലൂർ എന്ന് എഴുതാ കേട്ടോ. അതിന് നോക്കി എടുത്ത് എഴുത വേണ്ടുള്ളൂ. തെറ്റു കൂടാതെ എടുത്ത് എഴുതാ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജു കി ആയു കിത്തിനി ഹെ. എന്താ ചോദിച്ചിരിക്കുന്നത്? രാജുവിന്റെ വയസ്സ് എത്രയാണ് എന്നാണ് അല്ലെ. ആയു എന്ന് പറഞ്ഞാൽ വയസ്സാണ്. എത്ര വയസ്സ്? 10 വയസ്സാണ് അല്ലെ. 10 സാൽ ഹെ. അപ്പൊ രാജു കി ആയു 10 സാൽ ഹെ എന്ന് എഴുതാം. അല്ലെങ്കിൽ 10 സാൽ എന്ന് എഴുതാലും മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അപ്നാ നാം ലിഖി. അതായത് നമ്മുടെ പേര് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പേര് എഴുതുക കേട്ടോ. ഹിന്ദിയിൽ വേണം എഴുതാനായിട്ട്. അപ്പൊ എന്താണ് പേരച്ച അവിടെ എഴുതുക കേട്ടോ. ഗതിവിധി 2 ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. സൂചന കവിതാംശ് പഠേ ഔ പ്രശ്നോം കെ ഉത്തർ ലിഖിए. എന്താണ്? കവിതയുടെ ഒരു ഭാഗം വായിക്കുക. എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പറഞ്ഞിരിക്കുന്ന കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹവാ ബഹ്രഹി ടണ്ടി ടണ്ടി ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി ഉടുത്തി ഉടുത്തി ആയി ചിടിയ ഫുദക് ഫുദക് കർ വേബി ചഹക്കി. നമുക്കറിയാം ധൂബ് ആ ഗയി എന്നുള്ള കവിതയിൽ നിന്നെടുത്ത വരികളാണ് അല്ലെ. ചോദ്യങ്ങൾ നോക്കല്ലേ. ഉടുത്തി ഉടുത്തി ആയി കോൻ. പറന്നു പറന്നു വന്നു. ആര് എന്നാണ് കേട്ടോ. ആരാണ് പറന്നു പറന്നു വന്നത്? അവിടെ വരികളിൽ വായിച്ചു നോക്കൂ. ഉടുത്തി ഉടുത്തി ആയി ചിടിയ അല്ലെ. ആരാണ്? ചിടിയ പക്ഷിയാണ് അല്ലെ. അപ്പൊ ചിടിയ എന്ന് എഴുതാ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്യാ ബഹ് രഹി ഹെ. എന്താണ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്താണ്? ക്യാ ബഹ് രഹി ഹെ. ഹവാ ബഹ് രഹി ടണ്ടി ടണ്ടി എന്നല്ലേ. അപ്പൊ എന്താണ്? ഹവാ എന്ന് പറഞ്ഞ കാറ്റ്. ഹവാ ബഹ് രഹി ഹെ അല്ലെ. കാറ്റാണല്ലേ വീശിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സമാൻ ധ്വനി വാലെ ശബ്ദ ലിഖിए. അതായത് ഒരേപോലെ സൗണ്ട് വരുന്ന വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ജൈസെ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ടണ്ടി ടണ്ടി എന്ന്. അതുപോലെയുള്ള ഒരേപോലെ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ബഹക്കി ബഹക്കി, പിന്നെ ഉടുത്തി ഉടുത്തി, ഫുദക് ഫുദക് അല്ലെ. അപ്പൊ അത് എഴുതുക കേട്ടോ. ഗതിവിധി 3 അതായത് ആക്ടിവിറ്റി 3 കേട്ടോ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രംഗ് ബരേം എന്നാണ്. അതായത് കളർ ചെയ്യാനുള്ളതാണ് കേട്ടോ. അവിടെ നമുക്ക് കണ്ടോ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. 1 2 3 4 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെയാ കളർ ചെയ്യേണ്ടത് എന്ന് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. സൂചന കൊടുത്തിട്ടുണ്ട്. 1 ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1 എന്നുള്ളത് ഏത് കളറാ കൊടുക്കേണ്ടത്? ലാൽ എന്ന് പറഞ്ഞാല് റെഡ് കളർ കൊടുക്കുക. 2 എന്താണ്? ഹര ആണ്. ഹര എന്ന് പറഞ്ഞാല് ഗ്രീന് പച്ച കളർ അല്ലെ കൊടുക്കുക കേട്ടോ. 3യോ കാല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്, കറുപ്പ് നിറം നൽകുക. 4ഓ നീല എന്ന് തന്നിട്ടുണ്ട്. നീല എന്ന് പറഞ്ഞാല് ബ്ലൂ. അപ്പൊ ബ്ലൂ കളറ് 4 എന്നുള്ള ഇതിന്റെ ഭാഗത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. ആപ്കാ മൻപസന്ദ് രംഗ് ക്യാ ഹെ. അതായത് നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട നിറം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൻപസന്ദിന്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിന് ഇഷ്ടപ്പെട്ട എന്നുള്ളത്.
ഏത് നിറാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് എഴുതുക കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന കളേഴ്സ് ഇല്ലേ, ലാൽ, ഹര, കാല, നീല, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാലും മതി കേട്ടോ. ഗതിവിധി 4, ആക്ടിവിറ്റി 4 ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്ര പഹചാൻകർ കോഷ്ടക് സെ ശബ്ദ ചുൻകർ ലിഖിए. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്ര പഹചാൻകർ എന്ന് പറഞ്ഞാല് ചിത്രം ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ, തിരിച്ചറിഞ്ഞിട്ട്. കോഷ്ടക് സെ പറഞ്ഞാല് ബ്രാക്കറ്റിൽ നിന്ന്, ശബ്ദ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാല് വാക്കുകള്, ചുൻകർ ലിഖേം എന്ന് പറഞ്ഞാല് സെലക്ട് ചെയ്തിട്ട് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സ് നമുക്ക് നോക്കാം കേട്ടോ. സോത്താഹേ ഉറങ്ങുന്നു എന്നാണ്. ഖാത്താഹേ, ഖാത്താഹേ എന്ന് പറഞ്ഞാല് കഴിക്കുന്നു. പിന്നെ ഖേൽത്താഹേ എന്നാണ്. ഖേൽത്താഹേ എന്ന് പറഞ്ഞാല് കളിക്കുന്നു. അപ്പൊ ആദ്യത്തില് പിള്ള എന്താ ചെയ്യുന്നത്? കളിക്കുകയാണ് അല്ലെ. അപ്പൊ ഖേൽത്താഹേ എന്ന് എഴുതുക കേട്ടോ. അടുത്തതോ പിള്ള എന്താ ചെയ്യുന്നത്? സോത്താഹേ ഉറങ്ങുകയാണ് അല്ലെ. അടുത്തതോ പിള്ള എന്താ ചെയ്യുന്നത്? കഴിക്കുകയാണ് അല്ലെ. അപ്പൊ ഖാത്താഹേ. അങ്ങനെ അത് ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. സഹി മിലാൻ കരേം എന്നാണ്. അതായത് ശരിയായത് യോജിപ്പിക്കാനാണ് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ബിസ്കുട്ട്, പങ്കി കെ നീച്ചെ, കിതാബ്, മേരെ സാത്ത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാ നോക്കാം. പഠന, ഖേൽന, ഖാന, സോന. അപ്പൊ എന്താ വരിക? ബിസ്കുറ്റ്, ബിസ്ക്കറ്റ് കഴിക്കുക എന്നുള്ളതാണ് അല്ലെ. കഴിക്കുക എന്നുള്ളതിന് ഏതാ വാക്ക്? ഖാന. പങ്കിക്ക് നീച്ചെ എന്ന് പറയുന്നത് എന്താണ്? പങ്കിക്ക് നീച്ചെ എന്ന് പറഞ്ഞാല് ഫാനിന്റെ ചുവട്ടില് അല്ലെ. ഫാനിന്റെ ചുവട്ടിൽ എന്താ ചെയ്യാ? ഉറങ്ങുക അല്ലെ. അപ്പൊ ഏതാ വരിക? സോന. യോജിപ്പിക്കുക കേട്ടോ. കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാല് പുസ്തകമാണ്. പുസ്തകം എന്താ ചെയ്യാ? വായിക്കല്ലേ ചെയ്യാ. അപ്പൊ പഠന എന്നിലേക്ക് യോജിപ്പിക്കുക കേട്ടോ. മേരി സാത്ത് എന്റെ കൂടെ എന്താന്നാ വരിക? ഖേൽന. അങ്ങനെ യോജിപ്പിക്കുക കേട്ടോ. ഗതിവിധി 5, चित्र देखकर नीचे दिए प्रश्नों के उत्तर नमूने के अनुसार चुनकर लिखे. അതായത് ഇവിടെ ചുവടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലോ. ചിത്രം നോക്കുക. നീച്ചെ ദിയെ പ്രശ്നോം കെ ഉത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമൂനെ കെ അനുസാർ ചുൻകർ ലിഖേം എന്നാണ്. അതായത് നമൂനെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഉദാഹരണം കേട്ടോ. ആ ഉദാഹരണം തന്നിരിക്കുന്നത് പോലെ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ പൗധേ മേം ഫൂൽ ഹേ എന്നാണ്. ചെടിയിൽ പൂവുണ്ട് എന്നാണ്. അടുത്തത് ചിടിയ പേഡ് പർ ഹേ. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, പേഡ് എന്ന് പറഞ്ഞാല് മരം. പക്ഷി മരത്തിന്റെ മുകളിൽ ആകുന്നു. അടുത്തത് എന്താ? നദീമേം മച്ഛലി ഹേ. എന്താണ്? നദിയിൽ മത്സ്യമുണ്ട് എന്നാണ് അല്ലെ. മച്ഛലി എന്ന് പറഞ്ഞാല് മത്സ്യം. അടുത്തത് ബഗീജെ മേം ലഡ്കി ഹേ. പൂന്തോട്ടത്തിൽ പെൺകുട്ടിയുണ്ട് എന്നാണ്. കുത്ത ഘർ കെ ബാഹർ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നത്? നായ വീടിന്റെ പുറത്തുണ്ട് എന്നാണ്. ഘർ കെ അന്തർ ലഡ്ക ഹേ. വീടിന്റെ ഉള്ളില് ആൺകുട്ടി ഉണ്ട് എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം എക്സാമ്പിള്, അതായത് ഘർ കെ അന്തർ കോൺ ഹേ എന്ന്. അത് വീടിന്റെ ഉള്ളില് ആരാണ് എന്ന്. അപ്പൊ ഘർ കെ അന്തർ ലഡ്ക ഹേ, വീടിന്റെ ഉള്ളില് ആൺകുട്ടിയാണ്. അതാണ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം. കുത്ത കഹാം ഹേ. നായ എവിടെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ചിത്രത്തില് കാണാം. എന്താ? നായ പുറത്താണ്, വീടിന്റെ പുറത്താണ്. തന്നിരിക്കുന്ന ബ്രാക്കറ്റില് എന്താണ്? കുത്ത ഘർ കെ ബാഹർ ഹേ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നാണ്. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് കേട്ടോ. അപ്പൊ അത് എടുത്ത് എഴുതുക. എന്താണ്? കുത്ത ഘർ കെ ബാഹർ ഹേ. അടുത്ത ക്വസ്റ്റ്യൻ, നദി മേം ക്യാ ഹേ. അതായത് പുഴയിൽ എന്താണ് എന്നാണ്. എന്താണ്? നദിമേം മച്ഛലി ഹേ അല്ലെ, മീനാണ് അല്ലെ. നദിമേ മച്ഛലി ഹേ എന്ന് എഴുതുക കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിടിയ കഹാം ഹേ. പക്ഷി എവിടെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. പക്ഷി എവിടെയാണ്? മരത്തിന്റെ മുകളിലാണ് അല്ലെ. ചിടിയ പേഡ് പർ ഹേ എന്ന് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പൗധേ മേം ക്യാ ഹേ. ചെടികളിൽ എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ചെടികളിൽ എന്താണ്? ഫൂൽ അല്ലെ, പൂക്കളല്ലേ. പൗധേ മേം ഫൂൽ ഹേ എടുത്ത് എഴുതാം. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബഗീജെ മേം കോൺ ഹേ. പൂന്തോട്ടത്തില് ആരാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ബഗീജെ മേം ലഡ്കി ഹേ. പെൺകുട്ടിയാണ് അല്ലെ. എടുത്ത് എഴുതുക കേട്ടോ. ഇനി ഗതിവിധി 6 നോക്കാം. സൂചന, സഹി ക്രം സെ ലിഖെ. അതായത് ശരിയായ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കലി ഹേ യഹ്. അപ്പൊ എന്താ? യഹ് കലി ഹേ. എന്താണ്? ഇത് പൂമൊട്ടാകുന്നു എന്നാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ എടുത്തെഴുതാലോ. ശരിയായ ഓർഡറിൽ എടുത്തെഴുതാൻ നോക്കല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹേ ചിടിയ യഹ്. അപ്പൊ എങ്ങനെയാ വരിക? യഹ് ചിടിയ ഹേ. ഇത് കിളിയാകുന്നു എന്നാണ് അല്ലെ. അടുത്തത് നീതു മേം ഹൂം എന്നാണ്. അപ്പൊ എന്താ വരിക? മേം നീതു ഹൂം. ഞാൻ നീതു ആകുന്നു എന്നാണ് വരിക അല്ലെ. അടുത്തത് പില്ല ഹേ യഹ്. അപ്പൊ എന്താ വരിക? യഹ് പില്ല ഹേ. ഇത് പട്ടിക്കുഞ്ഞാകുന്നു എന്നാണ് വരിക. അടുത്തത് ഗർ യഹ് ഹേ. അപ്പൊ എങ്ങനെയാ വരിക? യഹ് ഗർ ഹേ. ഇത് വീടാകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹേ സൂരജ് യഹ്. അപ്പൊ എന്താ വരിക? യഹ് സൂരജ് ഹേ. ഇത് സൂര്യനാകുന്നു. ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ എടുത്തെഴുതാം കേട്ടോ.